അൻവർ മുഹീദ്ദീൻ ഹുദവി. അദ്ദേഹം ഒരു മഹാപണ്ഡിതനാണ്, പണ്ഡിത കേസരിയാണ്. അതിനേക്കാളുപരി അദ്ദേഹം നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, ഇഷ്ടപ്പെടുന്ന സുന്നി ആദർശങ്ങളിൽ ഉൾപ്പെടുന്ന സമസ്തയുടെ ഭാരവാഹിയാണ്. നമ്മൾ സാധാരണ ഹുദവികൾ അല്ലെങ്കിൽ ആ ഡിഗ്രി ഉള്ളവരെ വളരെ വേറിട്ട നിലയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. നല്ലൊരു ശതമാനം പേരും വളരെ വകതിരിവുള്ളവരും കാര്യമാത്ര പ്രസക്തമായി സംസാരിക്കുന്നവരും കുഴലൂതി ജീവിക്കാൻ നടക്കുന്നവരുമല്ലാത്ത ഒരു നല്ലൊരു സംഘമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർ പറയുന്നതിൽ കണ്ടൻ്റ് ഉണ്ട് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ പണ്ടത്തെ പോലെ അല്ലല്ലോ. ഇപ്പം നമ്മൾ ഈ ഭൗതിക അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന വിഷയങ്ങളിലേക്കൊക്കെ നോക്കിയാൽ ഈ തങ്ങളെന്ന് പേരുള്ളവരെയും തൊപ്പിയിട്ടവരെയും മയക്കുമരുന്നിന് പിടിക്കുന്നുണ്ട്, ഡോക്ടർമാരെ മയക്കുമരുന്നിന് പിടിക്കുന്നുണ്ട്, പോലീസുകാരെ മയക്കുമരുന്നിന് പിടിക്കുന്നുണ്ട്, അമ്മയും മോനെയും കൂടെ മയക്കുമരുന്നിന് പിടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എന്താ പറയുന്നത്, അതിൽ തന്നെ വ്യത്യസ്തരായ ആളുകളെയൊക്കെ ഇങ്ങനെ ഇതിൻ്റെ ഓരോ മേഖലകളിൽ വെച്ച് പലതിനും പിടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇനിയുള്ള കാലത്ത് ഈ ഹുദവി അല്ലെങ്കിൽ ഏതെങ്കിലും ഡിഗ്രി വെച്ച് നമുക്കൊരാളിൽ നിന്നും പിടിക്കാൻ പറ്റില്ല. എല്ലാ ഇനത്തിലും ഇതുപോലെയുള്ള ആളുകളുണ്ട്. ഏതായാലും അദ്ദേഹം എന്നെക്കുറിച്ചാണ് സംസാരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സംസാരം വളരെ രസകരമാണ്. പക്ഷേ അതിനോട് മറുപടി പറയേണ്ടത് ആവശ്യമായതുകൊണ്ട് മാത്രമാണ് ഞാൻ മറുപടി പറയുന്നത്. കേൾക്കാതെ ഉസ്താദ് ഒരു വ്യത്യസ്തനായ ആളാണ്. എന്നിലുള്ളത് നമ്മുടെ ഈ നാട്ടിലൊക്കെ ഉള്ള കണ്ടൻറ്റ് ക്രിയേഷൻ എന്നൊക്കെ പറയുന്ന ഒരു സംഗതിയാണ് എനിക്കുള്ളത്. ഉസ്താദ് അങ്ങനെയല്ല, വളരെ വ്യത്യസ്തനായ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കണ്ടൻറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാനും ഈ പറയുന്ന പോലെ ഈ പറയുന്ന ആൾ എത്രത്തോളം എങ്ങനെയുള്ള ആളാണ് എന്നറിയാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഞാനും പോയെന്ന് പരിശോധിച്ചായിരുന്നു. കാരണം എല്ലാവരെയും പോലെയുള്ള ആളാണോ ഇദ്ദേഹം എന്നൊന്ന് അറിയാനാണ് പോയത്. അദ്ദേഹത്തിൻ്റെ പേര് അൻവർ മുഹീദ്ദീൻ ഹുദവി എന്നാണ്. അദ്ദേഹം വൈസ് പ്രസിഡൻ്റാണ്, SKSF സ്റ്റേറ്റ് കമ്മിറ്റി ജോയിൻറ്റ് സെക്രട്ടറി, സമസ്ത തൃശ്ശൂർ ഡിസ്ട്രിക്ട് വൈസ് പ്രിൻസിപ്പൽ നെഹ്ജുർ റഷാദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ പേര്. ഉസ്താദ് ഈ കണ്ടൻറ്റ് ക്രിയേഷനെയൊക്കെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അങ്ങ് നിർബന്ധമായും എൻ്റെ ഒരു റിക്വസ്റ്റാണ്, അങ്ങയുടെ പേജിലെ പ്രൊഫൈലിലുള്ള താഴെ നമ്മൾ എഴുതുന്ന നമ്മുടെ ഡെസിഗ്നേഷനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറച്ച് കൃത്യമായി ശ്രദ്ധിക്കണം. സെക്രട്ടറിയുടെ സ്പെല്ലിങ് തെറ്റാണ്, തൃശ്ശൂരിൻ്റെ സ്പെല്ലിങ് തെറ്റാണ്, കമ്മിറ്റിയുടെ സ്പെല്ലിങ്ങും തെറ്റാണ്. അത് മൂന്നും ബഹുമാനപ്പെട്ടവരായ പ്രത്യേകിച്ച് ബാക്കിയുള്ളവരുടെ കണ്ടൻറ്റൊക്കെ ഇവാലുവേറ്റ് ചെയ്യാൻ ഇറങ്ങുമ്പോൾ നമുക്ക് സാധാരണ ബോഡിയിലൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റൊക്കെ ഇടുമ്പോൾ ചിലപ്പോൾ നമുക്ക് തെറ്റാറൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ഡെസിഗ്നേഷൻ ആരെങ്കിലും അർഹത കൊണ്ടോ അർഹതയില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ടൊരു പോസ്റ്റ് തരുമ്പോൾ ആ പോസ്റ്റിൻ്റെ സ്പെല്ലിങ് പോലും നല്ലപോലെ എഴുതാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം. കമ്മിറ്റിക്ക് 2 T ഉണ്ട്, പിന്നെ സെക്രട്ടറിക്കും അതുപോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. തൃശ്ശൂരിനെ ഇങ്ങനെ ആരും വിളിച്ചിട്ടില്ല. സത്യം, പള്ളിക്കുടുത്തിപ്പാത്ത തങ്കമണി ചേച്ചി പോലും ഇതുപോലെ തൃശ്ശൂരെന്ന് എഴുതിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് തിരുത്തണം എന്ന് പറയുന്നൊരു വിനീതമായ അഭ്യർത്ഥനയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കണ്ടൻറ്റിൻ്റെ ബാക്കി കേൾക്കാം. അതാണ് അങ്ങേക്ക് തെറ്റിയിരിക്കുന്ന വേറൊരു കാര്യം. 1999 മുതൽ അങ്ങ് അറിയാൻ വേണ്ടി പറയുക, അങ്ങൊക്കെ പറയുന്ന ആളുകളോട് പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഈ വിനീതൻ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ വെറുതെ. അപ്പോൾ അങ്ങനെ ഈ വിനീതൻ അന്നത്തെ കാലത്ത് 3 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ഒക്കെ മാസ ശമ്പളം വാങ്ങിച്ച ജോലിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഇതിനകത്ത് വരുമാനമൊന്നും പ്രതീക്ഷിച്ചോ വരുമാനം കൊണ്ടോ ഒന്നും അല്ല എൻ്റെ മുനീർ മുഹീദ്ദീൻ ഹുദവി ജീവിക്കുന്നത്. ഇവിടെയൊക്കെ നാട്ടിലൊക്കെ ഒന്ന് തിരക്കിയാൽ മതി, നമ്മുടെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ടും നമ്മളൊക്കെ എന്ത് ചെയ്താൽ ജീവിക്കുന്നതെന്നും ഒക്കെ. അപ്പം അങ്ങനെയൊക്കെ ഈ ഈ പ്രച്ഛന്ന വേഷം അഴിച്ചു വെച്ചാൽ പിന്നെ വലിയ പാടായിരിക്കും ജീവിക്കാൻ.
വേറെ എന്തെങ്കിലും പണി അറിയാവോ? അത് വേറെ എന്തെങ്കിലും പണി അറിയാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. എനിക്ക് യൂട്യൂബ് മാത്രമൊന്നുമല്ല, എല്ലാ തരത്തിലുള്ള വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടാനും അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. മനസ്സിലായോ? സ്റ്റേറ്റുകാരനകത്തൊക്കെ ഇരുന്ന് ഞാൻ ഒരുപാട് യാത്രയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ വീണ്ടും പറയുക, അതൊന്നും അഹങ്കാരം കൊണ്ട് പറയുകയല്ല, പടച്ചോനെ മറന്നും പറയുകയല്ല, വിനീതൻ എന്നുള്ള രീതിയിൽ പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങ് വിചാരിക്കുന്ന പോലെ ഇതിൽ അപ്ലോഡ് ചെയ്ത് വേണ്ട കഞ്ഞി കുടിക്കേണ്ടത്. എന്ന് മാത്രമല്ല, നാട്ടുകാരുടെ ചിലവിൽ വലുതായിട്ട് ഞാൻ കഞ്ഞി കുടിച്ചിട്ടുമില്ല. ഇപ്പോൾ എവിടെയെങ്കിലും ചെന്ന് എന്നെ റെഡിയാക്കിക്കോ, എനിക്ക് വേണ്ടതെല്ലാം ഒരുക്കിക്കോ, എനിക്ക് കറുത്ത പശുവിൻ്റെ പാല് വേണം, വൈകിട്ട് ഇത് വേണം, മറ്റേത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കില്ലാത്ത എന്തെങ്കിലും മേന്മ നടിച്ച് ഞാൻ ആരെയും പറ്റിച്ച് അവിടെ രക്ഷപ്പെടുത്താമെന്നൊന്നും പറഞ്ഞ് ഒന്നുമില്ല. പാവപ്പെട്ടവനാണ്, സാധാരണക്കാരനാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിചാരിക്കണ്ട. ഈ വിഷയദാരിദ്ര്യം എൻ്റെ മുഹീദ്ദീൻ ഹുദവി ഹു എന്നൊക്കെ ഉച്ചരിക്കുന്നത് തെറ്റിപ്പോയെങ്കിൽ ദയവായി ക്ഷമിക്കണം. മുനീർ മുഹീദ്ദീൻ ഹുദവി, ഇത് ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വിഷയദാരിദ്ര്യം ഇല്ല. ഞാൻ ഏത് വിഷയത്തിലും റിയാക്ട് ചെയ്യാനുള്ള പ്രാഥമികമായ കുറച്ചറിവും അത്യാവശ്യം ഈ അനുഭവങ്ങളും ഒക്കെ എനിക്ക് എല്ലാ മേഖലയിലുമൊക്കെ തൊട്ട് പോയതിൻ്റെ ഉണ്ട്. ഞാനിങ്ങനെ പ്രത്യേകിച്ചൊരു പ്രായപൂർത്തിയായി കഴിഞ്ഞില്ല, ഇങ്ങനെ കഴിഞ്ഞിപ്പോൾ അങ്ങിട്ടിരിക്കുന്ന പോലത്തെ ഒരു സംഗതിയുമായി ആ വഴിക്ക് മാത്രമായിട്ട് അങ്ങ് കൂടിയ ഒരാളല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ വിഷയദാരിദ്ര്യം ഒന്നുമില്ല. പിന്നെ ഞാൻ ബോധപൂർവ്വം അങ്ങേപ്പോലെ കണ്ണടയ്ക്കത്തില്ല. അപ്പോൾ അങ്ങ് പഠിച്ച സ്ഥാപനത്തിനെയും അങ്ങ് പഠിപ്പിച്ച ഉസ്താദിനെയും അതിൻ്റെ മുന്നിൽ വന്ന് നിന്ന് അടുപ്പിൽ നിന്ന് പുക പോകുന്നു, പിന്നെന്താണ് മലിനീകരണ വെള്ളം തോട്ടിലേക്ക് ഒഴുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്താ പറയുന്നത്, ഭയങ്കരമായ തെറി വന്ന് നിന്ന് പ്രസംഗിച്ചപ്പോൾ ഒരക്ഷരം മിണ്ടാതെ പിന്നെന്താ വാ പൂട്ടി സലാമത്താക്കിയിരിക്കുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസമൊന്നും ഗുരുത്വമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാനിപ്പോൾ അങ്ങ് പറയുന്ന ജിഫ്രി തങ്ങളില്ലേ, ഈ ജിഫ്രി തങ്ങളെയൊക്കെ ആരെങ്കിലും കയറി എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ പ്രതിരോധിക്കും. പക്ഷേ ജിഫ്രി തങ്ങൾ ആ ഇരിക്കുന്ന പദവിക്ക് യോജിക്കാത്ത എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ തിരിച്ചു പറയും. അതാണ് അതിൻ്റെ വ്യത്യാസം. അതെല്ലാവരോടും അങ്ങനെയാണ്. ഞാൻ സുന്നിക്കാരനാണെങ്കിലും സുന്നിയിലും മുജാഹിദിലും തബ്ലീഗിലും ജമാഅത്ത് ഇസ്ലാമിനോടും ഒക്കെയുള്ള എൻ്റെ വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്താറുണ്ട്. എനിക്കങ്ങനെ ആരുടെയെങ്കിലും അടിമയായി ഉള്ളൊരു ജീവിതം ആവശ്യമില്ല എന്ന് മാത്രമല്ല, സ്വർഗത്തിൽ പോകാനായിട്ടുള്ള ഒരു പാസ്പോർട്ടായി മറ്റേ എന്താ പറയുന്നത് SKSSF മെമ്പർഷിപ്പ് ഉണ്ടോ എന്ന് നോക്കിയാണ് കയറ്റുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. അങ്ങനെ കയറ്റിയാൽ ഈ പറഞ്ഞതുപോലെ പിന്നെ എല്ലാവർക്കും കയറാനൊക്കത്തില്ല. ആ പാട് ഇവിടുന്ന് കുറച്ച് ആളുകൾക്കല്ലേ കയറാനൊക്കത്തുള്ളൂ. ഈ ലോകം മുഴുവനുള്ളവരെങ്ങനെ കയറും? അപ്പോൾ അതുകൊണ്ട് അതും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊന്നും എൻ്റെ ഉപജീവന മാർഗ്ഗമല്ല. എനിക്കങ്ങനെ നിർബന്ധിച്ച് ആരും പറയിക്കുന്നതുമല്ല. ഇനി കേട്ടോ. ഈ ആത്മഹത്യാപരമായ നിലപാട് സ്വീകരിക്കുന്നവരുണ്ട്. ആത്മഹത്യ ചെയ്യുന്നതിനെ ഇസ്ലാം സ്വീകരിക്കുന്നില്ല. ഇപ്പം കള്ളയൊപ്പിട്ട് സർക്കാരിൻ്റെ കാശ് വാങ്ങുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ സർക്കാരിൻ്റെ ഫണ്ട് മോഷ്ടിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ശരിയായ സംഗതി അല്ലല്ലോ ഹുദവി ഉസ്താദെ. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അതൊക്കെ നമ്മൾ പറയണം, നമ്മുടെ സംഘടന നോക്കിയിട്ട്. ആ ഉസ്താദെ, ഈ കഥാപ്രസംഗത്തിൻ്റെയൊക്കെ കാലം കഴിഞ്ഞ് എക്കോ ഒക്കെ ഇട്ടുകൊണ്ട് കാച്ചിയെന്നും പറഞ്ഞ് പുതിയ തലമുറയിലെ ഈ മുന്നിൽ വന്നിരിക്കുന്ന കുറച്ച് കുട്ടികളെ അല്ലാതെ ബഹുസ്വര സമൂഹത്തിനൊന്നും കിട്ടില്ല. ആ കുട്ടികളൊക്കെ നേരെ പറന്നു പോവുക പല മേഖലയിലേക്ക്. അങ്ങനെ പറന്നു പോകുന്നത് കൊണ്ടാണ് ഉസ്താദെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നത്. അതാണ്ട് ഉസ്താദിനെ ഞാൻ വേറൊരു വാർത്ത കാണിക്കാം. ഇന്ന് തന്നെ കണ്ടൊരു വാർത്തയാണ്. 3 കോടിയുടെ സ്കോളർഷിപ്പ് നേടി അൽത്താഫ് ഹുസൈൻ വാഫി അമേരിക്കയിൽ ഗവേഷണ പഠനത്തിന്. ഉണ്ടോ? പെരിന്തൽമണ്ണ തൂത പാറൽ ദാറുൽ ഉലൂം വാഫി കോളേജ് പൂർവ്വ വിദ്യാർത്ഥിയും വെട്ടത്തൂർ സ്വദേശിയുമായ അൽത്താഫ് ഹുസൈൻ വാഫിക്ക് അമേരിക്കയിലെ വിഖ്യാതമായ വില്യം ആൻഡ് മേരി സർവകലാശാലയിൽ 3 കോടിയോളം രൂപയുടെ സ്കോളർഷിപ്പോടെ PhD ഗവേഷണത്തിന്
അവസരം. അമേരിക്കയിലെ ഏറ്റവും പഴക്കം ചെന്ന രണ്ടാമത്തെ സർവകലാശാലയായ വെർജീനിയയിലെ വില്യം ആൻഡ് മേരിയിലെ സാമ്പത്തിക നരവംശാസ്ത്രത്തിൽ ട്രാൻസ് നാഷണൽ ബന്ധുവ്യവസ്ഥയും കുടുംബ ധനകാര്യവും, ദക്ഷിണേഷ്യൻ കുടിയേറ്റ വഴികളിലെ കുടിയേറ്റം എന്നൊക്കെ പറയുന്ന വിഷയങ്ങളെ ആസ്പദമാക്കി അദ്ദേഹം നടത്തുന്ന ഗവേഷണത്തിനാണ് ഈ തുക കിട്ടിയത്. അപ്പോൾ ഉസ്താദൊക്കെ ചെയ്യേണ്ടത് എന്തോന്നറിയാമോ? ഇങ്ങനെ നമ്മൾ ഈ കിടക്കുന്ന തവളയ്ക്കകത്ത് നിന്ന് ഒരു പക്ഷം പിടിച്ച് കുറച്ച് പേരുടെ കുഴലൂത്തുകാരായി കഥാപ്രസംഗമൊക്കെ ചെയ്ത് അവരോട് എതിർത്താൽ വേദി കിട്ടാതെ പിന്നെ ചരിഞ്ഞങ്ങ് കിടക്കാനൊക്കത്തേ ഉള്ളൂ. ഇപ്പോൾ ഉസ്താദ് ഇതൊക്കെ പറയുന്നില്ലേ? ഉസ്താദിനെ അതിനകത്തുള്ള ഈ അനീതികളെക്കുറിച്ച് ഞാൻ അങ്ങേയുമായിട്ടൊരു സംവാദത്തിന് തയ്യാറാണ്. എൻ്റെ കയ്യിലുണ്ട് ഒരുപാട് രേഖകൾ, ഒപ്പിട്ട വ്യാജരേഖകൾ, വ്യാജ ഒപ്പിട്ടത്, റിപ്പോർട്ടുകൾ, സർക്കാരിൻ്റെ റിപ്പോർട്ടുകൾ, അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ. നമുക്ക് ഒരുമിച്ചിരിക്കാം. പക്ഷേ അത് അങ്ങനെ അങ്ങ് തുറന്നു പറഞ്ഞാൽ അങ്ങയുടെ മൈക്കും പോയി, സ്ഥാനവും പോയി, എല്ലാം പോയി. പിന്നെ അങ്ങ് വേറെ ഏതെങ്കിലും ഈ സംഘടനയെ കുറ്റം പറഞ്ഞ് വേറൊരു സംഘടനയെ കയറി പറ്റണം. എനിക്കിതിൻ്റെ ആവശ്യമേ ഇല്ല. എനിക്കങ്ങനെ ആരോടും പ്രത്യേകിച്ച് കുറ്റം പറയേണ്ട ഒരു കാര്യവുമില്ല. ഞാൻ ഈ സമസ്ത എന്ന് പറയുന്ന ഏറ്റവും ശക്തവും മനോഹരവുമായ ഒരു സംഘടനയെ കുത്തിത്തിരിപ്പിലൂടെ, ഫിത്തിനയിലൂടെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയാണ് വർത്തമാനം പറയുന്നത്. അത് നന്മയ്ക്ക് വേണ്ടിയുള്ള വർത്തമാനമാണ്. ഖുർആനിൽ ആയത്ത് ഉസ്താദന്മാരെല്ലായിടവും പ്രസംഗിക്കത്തില്ലേ? നിങ്ങൾ ചില കാര്യങ്ങൾ കേട്ടാൽ എന്താ പറയുന്നത്, കൈകൊണ്ട് തടയണമെങ്കിൽ അങ്ങനെ തടയണം, നാവ് കൊണ്ട് തടയണമെങ്കിൽ അങ്ങനെ തടയണം, ഇല്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും വെറുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കത്തില്ലേ? നിങ്ങളൊക്കെ പ്രസംഗിച്ചു കൊടുക്കുന്ന പാവപ്പെട്ടവന്മാരെടുത്ത് അവരുടെ ഓരോ വിഷയങ്ങൾ ഉദാഹരണമായിട്ട് എടുത്താണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾക്കിടയിലുള്ള വിഷയങ്ങൾ വെച്ചിട്ട് ഒരു ഹദീസിനെ നിങ്ങൾ വ്യാഖ്യാനിക്കത്തില്ല. അങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ഒരുപാട് ഹദീസുകളുണ്ട്. നമ്മൾ ചിലപ്പോൾ പല ഹദീസുകളും കണ്ടാൽ അള്ളാഹുവേ ഇതെവരെ ഉദ്ദേശിച്ചാണല്ലോ പറഞ്ഞതെന്ന് നമുക്ക് തോന്നിപ്പോവും. നിങ്ങൾ ആ ചിന്ത ജനങ്ങൾക്കുണ്ടാകാതിരിക്കാൻ വേണ്ടി നിങ്ങളിത് വഴിതിരിച്ചു വിടും. അങ്ങ് മനസ്സിലാക്കണം. ഈ വിദ്യാഭ്യാസവും ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ നടന്നവരാണ് കേരളത്തിലെ ഒട്ടുമിക്ക യുക്തിവാദികളും. അവർ യുക്തിവാദിത്തിലേക്ക് പോയത് ഇസ്ലാമിനെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടല്ല, നിങ്ങൾ കൈകാര്യം ചെയ്തതിലെ പിഴവ് കൊണ്ടാണ്. അവർക്കാർക്കും നിങ്ങൾ മറുപടി പറയാനും തയ്യാറാവത്തില്ല. എന്താ കാര്യം? അവർ പഠിച്ചിരുന്ന സ്ഥാപനങ്ങളിലെ സംഭവങ്ങൾ അവർ ഉറക്കെ വിളിച്ചു പറയും. അപ്പോൾ അതുകൊണ്ട് ഉസ്താദ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചോ, എന്നെ പാവപ്പെട്ടവനെ അങ്ങേപോലെ വലിപ്പമൊന്നുമുള്ള ആളല്ല. എന്നാൽ ഒരു കാര്യം ഞാൻ പറയുന്നു, അങ്ങ് ആ പേജിൽ അത് തിരുത്താൻ മറക്കരുത്. ആ സ്പെല്ലിങ് തിരുത്തണം. ഞാനത് നോക്കും ഒരാഴ്ച കഴിയുമ്പോൾ. മോശമാണ്. കാരണം ആളുകളെല്ലാം എന്താ പറയുന്നറിയോ, മൊയ്ലിയാക്കന്മാർക്കൊന്നും അറിഞ്ഞുകൂടാന്ന് പറയും. അത് നമ്മളെല്ലാവരെയും ബാധിക്കുന്നൊരു വിഷയമാണ്. പ്ലീസ്.